അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഒരാഗ്രഹം നടക്കാനായിട്ട് ഉണ്ടെങ്കിൽ, ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടന്നു കിട്ടാത്ത ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടാനായിട്ട് ഉണ്ടെങ്കിൽ, ആവശ്യപൂർത്തീകരണം നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാനായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അമല് നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു ഉറപ്പായിട്ട് നിങ്ങളുടെ ദുആ സ്വീകരിക്കും. നിങ്ങൾ ഓതേണ്ട ആ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അള്ളാഹുവിൻ്റെ ആയത്താണ്. ഇത് നിങ്ങൾ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് ഓതേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. ആയത്തുൽ കുർസി നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്താണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആയത്താണ്. അള്ളാഹു കുർസീനെ 7 ആകാശങ്ങളെ വലയം ചെയ്യുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചത്. 7 ആകാശങ്ങൾ കുർസിയിലേക്ക് ചേർത്ത് നോക്കിയാൽ മരുഭൂമിയിൽ എറിയപ്പെട്ട മോതിരം പോലെയാണ്. കുർസിയുടെ വലത് ഭാഗത്ത് 10,000 കസേരകളും ഇടത് ഭാഗത്ത് 10,000 കസേരകളും അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളെ ഇരുത്തിയിട്ടുണ്ട്. അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുൽ കുർസിയുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഉമ്മത്തിങ്ങളിൽ പെട്ട ആയത്തുൽ കുർസി പതിവാക്കുന്നവരുടെ ഏടുകളിൽ എഴുതി വെക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പേര് വെച്ചത്. നമ്മുടെ മുത്തായ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യരുടെ നേതാവ് ആദം നബി അലൈഹിസ്സലാം, അറബികളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പേർഷ്യകരുടെ നേതാവ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹ, റോമക്കാരുടെ നേതാവ് സുഹൈബ് റളിയല്ലാഹു അൻഹ, എത്യോപ്യക്കാരുടെ നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹ, പർവ്വതങ്ങളുടെ നേതാവ് ട്യൂർ പർവ്വതം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച, വേദങ്ങളുടെ നേതാവ് ഖുർആനിൻ്റെ നേതാവ് അൽ ബഖറ, ആയത്തുകളുടെ നേതാവ് ആയത്തുൽ കുർസി എന്നിവയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടായിരുന്നു, ഈ ആയത്തിന് നാവും ചുണ്ടുമുണ്ട്, അർശിൻ്റെ അടുക്കൽ പവിത്രമായ സ്ഥാനമുണ്ട്. ആരെങ്കിലും ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവനിക്ക് അതിൻ്റെ പവിത്രത ലഭിക്കുന്നതാണ്. ഇത്രയും പവിത്രതയുള്ള ഈ ഒരു ആയത്ത് കുർസി നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിട്ട് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ ഒരു ദുആ ചെയ്യേണ്ട രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്ത് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ആയത്ത്. നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിട്ട് ആരെങ്കിലും ആയത്തുൽ കുർസി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൻ്റെ എണ്ണം 201 പ്രാവശ്യം പാരായണം ചെയ്യുകയും അവൻ്റെ ഭൗതികവും പാരത്രികവുമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്താൽ നിർവഹിക്കപ്പെടുന്നതാണ്. ആയത്തുൽ കുർസി ഇതുപോലെ നമ്മുടെ മുത്ത് ഹബീബിൻ്റെ പേരിൻ്റെ എണ്ണമായ 201 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്ത് നേർച്ച വെച്ചിട്ട്, നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് നേർച്ച വെച്ചിട്ട് നിങ്ങൾ ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചാൽ ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. അതിലൊരു സംശയവും വേണ്ട. അള്ളാഹു ദുആ സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ ആയത്താണ്. ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എഴുതി അറിയിക്കാനും പറ്റില്ല. അത്രക്ക് ഉണ്ട്, അത്രക്ക് പറഞ്ഞാൽ തീരില്ല. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എന്തെങ്കിലും അമല് കണ്ടാൽ അത് ചെയ്യാനായിട്ട് തപ്പി നടക്കുന്നവർ പെട്ടെന്ന് ഇപ്പം തന്നെ ആയത്തുൽ കുർസി നബിയുടെ പേരിൻ്റെ എണ്ണത്തിൽ നിയത്ത് വെച്ചിട്ട് ഓതിക്കൊളി, എന്നിട്ട് ദുആ ചെയ്തോളി. ഉടനടി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.